Hello everyone. ഇന്നത്തെ വീഡിയോ ഒരു മട്ടൺ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. പിന്നെ അതിനൊപ്പം തന്നെ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി കൂടി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മട്ടൺ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. മട്ടൻ്റെ ഈ പ്രിപ്പറേഷനാണ് ഞങ്ങളുടെ ഫേവററ്റ്. അപ്പോൾ ഇതിന് നല്ലപോലെ വെളുത്തുള്ളി വേണം, പിന്നെ അത്യാവശ്യം ഇഞ്ചി വേണം. അപ്പോൾ ഫസ്റ്റ് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് അരച്ച് വെക്കുക. അത്ര ഫൈൻ പേസ്റ്റ് ആവണമെന്നില്ല, മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചാൽ മതി. അപ്പോൾ ഞാനൊരു വലിയ വെളുത്തുള്ളിയുടെ ഒരു ഫുൾ ഇത് എടുത്തിട്ടുണ്ട്. ഒരു 12 ക്ലോവ്സ് അതിനകത്ത് ഉണ്ടാവും. പിന്നെ 2-3 കുഞ്ഞു പീസസ് ഇഞ്ചിയും പിന്നെ 3 പച്ചമുളകും, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് എല്ലാം കൂടി ഇട്ട് മട്ടൺ ഒന്ന് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും മിക്സ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മസാലകളെല്ലാം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മസാലയാണ്. നിങ്ങൾക്ക് ഇനി വല്ല നോർത്ത് ഇന്ത്യൻ ഫ്ലേവറോ അല്ലെങ്കിൽ പാകിസ്ഥാനി ഫ്ലേവറോ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റ് മസാലയുടെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയുമാണ്. അപ്പോൾ ഇത്രയും പൊടികളാണ് ബേസിക്കലി ആവശ്യമുള്ളത്. ഇതെല്ലാം കൂടി ആ കുക്കറിലോട്ട് ഇടുക വേവിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് നല്ലപോലെ കൈ വെച്ച് ആ കുക്കറിലുള്ള മട്ടണിൽ പിടിക്കാൻ പാകത്തിന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് സ്റ്റൗവിൽ വേവിക്കാൻ വെക്കുക. വെള്ളം അധികം ആഡ് ചെയ്യണ്ട. ജസ്റ്റ് നമ്മളുടെ ആ ജിഞ്ചർ ഗാർലിക്കൊക്കെ അരച്ച് മിക്സിയിൽ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി ഒഴിക്കാൻ തക്ക വെള്ളം മതി. കാരണം മട്ടൺ വെന്ത് കഴിയുമ്പോൾ ഒരുപാട് വെള്ളം അതിനകത്ത് ഉണ്ടാവും. മട്ടൺ വേവാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ഫസ്റ്റ് കുക്കറിൻ്റെ വിസിൽ പോയി ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തുറന്നു നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒരു വിസിൽ വരാൻ പാകത്തിന് വെക്കുക. ഈ ടൈമിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഫസ്റ്റ് നെയ്ച്ചോറിന് ആവശ്യമുള്ള അരി വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ്. പിന്നെ ഇതിലും ടേസ്റ്റാണ് നമ്മൾ കൈമ റൈസ് വെച്ചിട്ട് അല്ലെങ്കിൽ ജീരകശാല റൈസ് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു 3 ഗ്ലാസ് അരിക്ക് ഞാൻ എടുത്തേക്കുന്നത് 5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് ഞാൻ അരി വറക്കുന്നൊന്നുമില്ല, ഇത് വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന നോൺ സ്റ്റിക്ക് പാനിൽ ഫസ്റ്റ് കുറച്ചൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക, കുറച്ച് ഓയിലും ഒഴിച്ചു. എന്നിട്ട് അതിനകത്തേക്ക് ബാക്കിയുള്ള ഹോൾ സ്പൈസസ് ഇട്ടു. പട്ട, ഗ്രാമ്പു, പിന്നെ ബേ ലീഫ്, പിന്നെ പെരുംജീരകം, കുറച്ച് 2-3 കുരുമുളക്, അതെല്ലാം ഇട്ടു. പിന്നെ ഒരു പകുതി സവാളയും കട്ട് ചെയ്തിട്ടു. എന്നിട്ട് ഇത് നന്നപോലെ ഒന്ന് വഴറ്റി. സവാളയുടെ കളർ മാറരുത്. ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ വൈറ്റ് ലുക്ക് പോകും. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെ വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചേക്കുന്ന വെള്ളവും ഒഴിക്കുക. പിന്നെ ഉപ്പും ഇടുക. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇനി വെള്ളം തിളയ്ക്കുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് മട്ടൺ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് വഴറ്റാൻ പോവുകയാണ്. ബാക്കി ജിഞ്ചർ ഗാർലിക് എല്ലാം നമ്മൾ മട്ടണിലിട്ടതുകൊണ്ട് ഇതിനകത്ത് സവാള മാത്രം വഴറ്റാൻ മതി. അപ്പോൾ സൈമൾട്ടൈനിയസ് ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇത് മട്ടൺ നന്നാക്കുന്നത് ഉൾപ്പെടെ ഒരു 2 hours താഴെ കഴിയും. അപ്പോൾ ഇത് സവാള വഴണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നെയ്ച്ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന അരിയും ഇട്ട് കുറച്ച് നാരങ്ങയും ഒരു പകുതി നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ മൂടി വെക്കുക. അപ്പോൾ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ സവാള വഴറ്റി തുടങ്ങിയപ്പോഴേ ഇട്ടു. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് വന്നോളും. ഇനി ഇതും അത്യാവശ്യം നന്നായി വഴണ്ട് കിട്ടുമ്പോൾ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി നല്ലപോലെ മെൽറ്റാവും. ഇനി ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഏറെക്കുറെ ആയിട്ടുണ്ട്. അതിൻ്റെ പാത്രത്തിൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കുക. പിന്നെ ഈ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സൈഡിൽ നിന്നൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കുക. പക്ഷേ അരി ഇങ്ങനെ ഒടിഞ്ഞു പോവാതെ നോക്കണം. കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ ഞാൻ നല്ല സിമ്മിലാക്കി സ്റ്റൗ, എന്നിട്ട് മൂടി വെച്ചു. കുറച്ചൊരു 5 മിനിറ്റ് ഒന്ന് ആവി കയറുമ്പോഴേക്കും നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് കാഷ്യൂ വറുത്ത് വെച്ചിട്ടുണ്ട്, അത് നെയ്ച്ചോറിലിടാൻ
നിങ്ങൾക്ക് കിസ്മിസും ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ മുകളിൽ ഇടാം. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി മട്ടൻ്റെ ബാക്കിയുള്ള പരിപാടി ചെയ്യണം. മട്ടൻ്റെ ഗ്രേവി ഓൾമോസ്റ്റ് റെഡിയായി, സവാള വഴണ്ടി വന്നു, മസാലയൊക്കെ വഴണ്ടു. ഇനി നമ്മൾ വേവിച്ച് വെച്ച മട്ടനും ആ മട്ടൻ സ്റ്റോക്കും എല്ലാം അതിനകത്തോട്ട് ഇടുക. മട്ടൻ ഓവറായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് കുറച്ചൊന്ന് നേരത്തെ വറ്റിച്ച് വെക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നല്ലപോലെ പറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് പാകത്തിനാണ് ആവശ്യം, ഒരുപാട് ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കുക. നെയ്ച്ചോറിനുള്ളതല്ലേ, അപ്പോൾ അധികം ഡ്രൈ ആക്കണ്ട, കുറച്ച് ഗ്രേവി ഇരിക്കുന്നതാണ് നല്ലത്. ഇനി അത് ഒന്ന് ആയി കഴിയുമ്പോൾ ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കുക, അതിനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ മട്ടൺ റോസ്റ്റിൻ്റെ പരിപാടി. ഞാൻ ഒരുപാട് ഡ്രൈ ഫ്രൈ പോലെയൊന്നും ആക്കിയില്ല, കുറച്ച് ഗ്രേവി ഉണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല സൂപ്പറായിരിക്കും. പിന്നെ രാത്രിയത്തേക്കൊക്കെ ബാക്കി കറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊറോട്ടയോ എന്തിൻ്റെങ്കിലും ഒക്കെ കൂടെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്ച്ചോറും മട്ടൺ റോസ്റ്റും ഉണ്ടാക്കാൻ ഇത്രയും പണിയുള്ളൂ. ഒരുവിധം എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും. എൻ്റെ കുറേ നോൺ മുസ്ലിം ഫ്രണ്ട്സ് എൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഇത് ഇടുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റിവ്യൂസ് എൻ്റെ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.